കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും മരണസംഖ്യ ഉയരുകയാണ്. 264 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ഇനിയും 240 പേരെ കണ്ടെത്താനുണ്ട്. അതിനായുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുവരുന്നത്. തകർന്ന വീടുകൾക്കുള്ളിൽ ഇനിയും ആളുകൾ ഉണ്ടാകാമെന്നാണ് നിഗമനം. കനത്ത മഴ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നുണ്ടെങ്കിലും ബെയിലി പാലം നിർമ്മാണം പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് സൈന്യം. നിലവിൽ പാല നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കും. പാലം പണി കഴിഞ്ഞാൽ JCBകൾ അടക്കമുള്ള വാഹനങ്ങൾ രക്ഷാപ്രവർത്തനത്തിനായി മറുകരയിലേക്ക് എത്തിക്കാനാകും. ജില്ലയിൽ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വീണ്ടും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്നാണ് ജാഗ്രതാ നിർദ്ദേശം. ബെയിലി പാലത്തിന്റെ നിർമ്മാണം രാത്രിയിലും നടന്നിരുന്നു. കരസേനയാണ് നിർമ്മാണത്തിന് പിന്നിൽ. ജില്ലയിൽ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിലും മുൻ വർഷങ്ങളിൽ ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിലുമുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. കുറുമ്പാലക്കോട്ട, ലക്കിടി, മണിക്കുന്നുമല, മുട്ടിൽ കോൽപ്പാറ കോളനി, കാപ്പിക്കളി, സുഗന്ധഗിരി, പൊഴുതന പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണം. അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ ക്യാമ്പിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് താമസ സ്ഥലത്തു നിന്നും ക്യാമ്പിലേക്ക് മാറണമെന്നും കളക്ടർ അറിയിച്ചു. തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരും വില്ലേജ് ഓഫീസർമാരും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ചൂരൽമലയിലും മുണ്ടക്കയിലും പ്രതികൂല കാലാവസ്ഥയും പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതും കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ബെയിലി പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കൂടുതൽ യന്ത്രസാമഗ്രികൾ മുണ്ടക്കയിൽ എത്തിച്ച് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മന്ത്രിമാരുടെ സംഘം നിരന്തരം ക്യാമ്പുകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തണമെന്നും നിർദ്ദേശം. ഉരുൾപൊട്ടൽ നാശം വിധിച്ച മുണ്ടക്കയിലാണ് പ്രധാനമായും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ജില്ലയിൽ 82 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8304 പേരെ മാറ്റി താമസിച്ചിട്ടുണ്ട് എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിലെ വിവിധ ക്യാമ്പുകളിലായി 3022 പുരുഷന്മാരും 3398 സ്ത്രീകളും 1884 കുട്ടികളും 23 ഗർഭിണികളുമാണുള്ളത്. ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച 8 ക്യാമ്പുകൾ ഉൾപ്പെടെയാണിത് എന്നും കളക്ടർ അറിയിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായിട്ടുള്ള അവശ്യ വസ്തുക്കൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ഉറപ്പാക്കുന്നുണ്ട്. റേഷൻ കടകളിലും സപ്ലൈകോ വിൽപ്പനശാലകളിലും ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഇടമുറിയാത്ത രക്ഷാദൌത്യത്തിലൂടെ 1592 പേരെയാണ് രക്ഷിക്കാനായത്. ഒരു രക്ഷാദൌത്യത്തിൽ ഇത്രയധികം പേരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രക്ഷിക്കാനായത് ഏകോപിതവും അതിവിപുലവുമായ ദൌത്യത്തിന്റെ ഫലമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ദുരന്തമുണ്ടായതിന്റെ സമീപ സ്ഥലങ്ങളിലെ 68 കുടുംബങ്ങളിലെ 206 പേരെ 3 ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു. ഇതിൽ 75 പുരുഷന്മാരും 88 സ്ത്രീകളും 43 കുട്ടികളുമാണുള്ളത്. ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയവരും വീടുകളിൽ കുടുങ്ങിപ്പോയവരുമായ 1386 പേരെ 2 ദിവസത്തെ രക്ഷാദൌത്യത്തിന്റെ ഫലമായി രക്ഷിക്കാനായി. 528 പുരുഷന്മാർ, 559 സ്ത്രീകൾ, 299 കുട്ടികൾ എന്നിവരെ 7 ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ചെയ്തു. 201 പേരെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിക്കാനായി. ഇതിൽ 90 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് എന്നും കളക്ടർ അറിയിച്ചു.